നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോകം ദുബായ് രാജകുമാരിയുടെ ഡിവോഴ്സ് വാർത്തയാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അവർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ച ആ ഡിവോഴ്സ് വാർത്ത, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഭർത്താവെ, നിങ്ങൾ മറ്റു പങ്കാളികളുടെ കൂടെ തിരക്കിലായതിനാൽ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്നു എന്ന മുത്തലാഖ് മോഡലിൽ തന്നെയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അതൊരു മുത്തലാഖ് തന്നെ. വേണമെങ്കിൽ ഒരു പടി കൂടി കടന്ന് മുത്തലാഖിനെ അതിസുന്ദരമായി ട്രോളിക്കൊണ്ട് അവർ ഡിവോഴ്സ് നേടിയിരിക്കുന്നു എന്ന് കാണാം. ഇനി ഇങ്ങനെയൊരു വാർത്ത വന്നതിന് ശേഷമാണ് ഈ ദുബായ് രാജകുമാരി ആരാണ് എന്നറിയാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പരതിയപ്പോഴാണ് അവരുടെ ചിത്രങ്ങൾ, നിങ്ങളിപ്പോൾ കാണുന്ന ചിത്രങ്ങളാണ്. ഇതിലെല്ലാം അവർ നല്ല മോഡേൺ വേഷത്തിലാണ് നിൽക്കുന്നത് എന്ന് കാണാം. പാശ്ചാത്യരൊക്കെ ചെയ്യുന്ന പോലെ മുടിയൊക്കെ കളറൊക്കെ അടിച്ച് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നല്ല അതിസുന്ദരിയായിട്ടാണ് അവരെ എല്ലാ ചിത്രങ്ങളിലും കാണാവുന്നത് എന്ന് കാണാം. ദുബായിയൊക്കെ പറ്റി പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഇന്ത്യയേക്കാൾ വലിയ ലിബറലായിട്ടുള്ള ഒരു രാജ്യമാണ് എന്നൊക്കെ തന്നെ പറയേണ്ടി വരും. കാരണം നമ്മുടെ ഇവിടങ്ങളിലൊക്കെ നിസ്സാരമായിട്ടൊരു വർഗീയ സംഘടനയ്ക്കൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമ്പോൾ അത്തരം ചിന്താഗതിയും ആശയമായിട്ട് നടക്കുന്ന ഒരു സംഘടനയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു പാർട്ടിക്കോ ഒന്നും ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ സംഘടന രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് അവർ ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ ഇവിടെ നിരോധിക്കപ്പെട്ട, അതായത് PFI എന്ന സംഘടന പലതവണ ദുബായ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ സംഘടനകൾ മറ്റു പേരിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ട് പോലും 7 തവണ അവരത് തള്ളിയതാണ് എന്നോർക്കുക. ഇനി ഇത്തരം ചില കാര്യങ്ങളൊക്കെ ഈ മുസ്ലിം രാജ്യമെന്ന് പൊതുവെ അറിയപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ നടക്കുന്നു. അവിടുത്തെ സ്ത്രീകൾക്ക് പോലും താല്പര്യമില്ലെങ്കിൽ പുരുഷനെ മൊഴി ചൊല്ലാനുള്ള സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നത് ലോകം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ കാണണ്ടേ? നോക്കുക, നിങ്ങൾ ഇപ്പോൾ ഒരു ചിത്രം കാണുന്നുണ്ട്. ആ പുറകിൽ കാണുന്ന ആ ബാനറിൽ നിങ്ങൾക്ക് ഇതൊരു മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച പരിപാടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ സൈഡിലായിട്ട് രാഹുൽ ഗാന്ധിയുടെ ചിത്രമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ആരോ പങ്കുവച്ചിരിക്കുന്നതാണ്. ഇനി ആ ചിത്രത്തിൽ എന്താണ് കാണുന്നതെന്ന് നോക്കുക. താഴെ ഒരാൾ ഇരിപ്പുണ്ട്. അയാൾ ഒരു ഒരു തല മറയ്ക്കുന്ന ഒരു തുണി, അതായത് ഹിജാബ് ഇട്ടിട്ടുണ്ട്. അത് ഓക്കെയാണ്, അവരുടെ മുഖം കാണാം. ആരാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അവിടെ നിന്ന് ഡേസിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളെ നോക്കുക, കണ്ണ് മാത്രമേ പുറത്തുള്ളൂ. അകത്തുള്ളത് ആണാണോ പെണ്ണാണോ എന്ന് ഒരുപക്ഷെ ശബ്ദം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയേക്കും. പക്ഷേ ബാക്കി അതാരാണ് എന്ന് ഒരുപക്ഷെ വീട്ടുകാർക്കല്ലാതെ മറ്റാർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ നിലയിലാണ് നമ്മുടെ കേരളം വന്നിരിക്കുന്നത് എന്നോർക്കുക. ഈ കേരളത്തിനെ പറ്റി പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രബുദ്ധരുള്ള, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള, ഏറ്റവും കൂടുതൽ നവോത്ഥാനീകരിച്ച ഒരു സംസ്ഥാനമായിട്ട് സ്വയം തന്നെ മേനി പറഞ്ഞ് നടക്കുന്ന കേരളത്തിലെ ഒരു കാഴ്ചയാണിത്. കണ്ണുകൾ മാത്രം പുറത്ത് കാണത്തക്ക രീതിയിൽ ഒരു സ്ത്രീ വന്ന് സംസാരിക്കുമ്പോൾ അതിനെന്ത്, അങ്ങനെയുള്ളവരുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. സാധാരണക്കാരായിട്ടുള്ളവർ നടന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു വനിതാ നേതാവ് ഇങ്ങനെ നടക്കുന്നത് തികച്ചും അശ്ലീലമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതവരുടെ ചോയ്സാണ് എന്നാണ് അവരെപ്പോഴും അവകാശപ്പെടുകയും പറയുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ആ കസേരയിലിരിക്കുന്ന സ്ത്രീയെ വരെ നമുക്ക് തത്വത്തിൽ ഒരർത്ഥത്തിൽ അംഗീകരിക്കാൻ പറ്റിയേക്കും. മറ്റുള്ളതൊക്കെ അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവരുടെ കയ്യോ കാലോ അവരുടെ വിരൽ പോലും കാണാത്ത രീതിയിൽ അവർ മൂടിക്കോട്ടെ, പക്ഷേ അവരുടെ മുഖം കാണാൻ പറ്റും. അതിനാൽ തന്നെ അതാരാണ് എന്ന് കാണുന്നവർക്ക് വ്യക്തമാവുകയും ചെയ്യും. കുറഞ്ഞ പക്ഷം ആ രീതിയിലെങ്കിലും നടക്കണം. അല്ലാതെ കണ്ണുകൾ മാത്രം പുറത്ത് കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വനിതാ നേതാവ് നടക്കുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന സന്ദേശം എങ്ങനെയാണ്? ഈ വേഷത്തിൽ ആണിനോ പെണ്ണിനോ നടക്കാം. അത് ആളുകളുടെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, വിദേശങ്ങളിലൊക്കെ ചില വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള പർദ്ദാധാരികൾ വന്നിട്ട് അതിനകത്ത് പുരുഷനായിരിക്കും ആളുകളെ ഉപദ്രവിക്കുന്ന വാർത്തകളും കത്തി കൊണ്ട് കുത്തുന്ന വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം ആണാണോ പെണ്ണാണോ അതിനകത്തുനിന്ന് അറിയാൻ പറ്റില്ല. ഇനി അവരുടെ മതസ്ഥരല്ലാതെ മറ്റാരെങ്കിലും അവരോട് ചെന്ന് ചോദിക്കുകയാണ്, ഒന്ന് മുഖത്തെ തുണി മാറ്റുമെന്ന്, ആളെ കാണട്ടെ എന്ന് ചോദിച്ചാൽ അവിടെ അത് സാമുദായികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് തിരിയും. അങ്ങനെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരെ പോകാവുന്ന ഒരു സംഗതിയാണ് ഈ മുഖം മുഴുവൻ മൂടിക്കൊണ്ട് കണ്ണ് മാത്രം കാണിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു വസ്ത്രധാരണ രീതി. പ്രത്യേകിച്ച് മതേതര കേരളമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം അവകാശപ്പെടുന്ന കേരളം പോലെ ഒരു സ്ഥലം ഇതുപോലെ 6-ാം നൂറ്റാണ്ടിലെ ചാക്കുകെട്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്നു എന്ന് സോഷ്യൽ മീഡിയയൊക്കെ കളിയാക്കുന്ന ആ ശൈലിയിലേക്ക് അവരെ കൊണ്ട് വീണ്ടും ആ രീതിയിൽ ട്രോൾ ചെയ്യത്തക്ക രീതിയിൽ പോവരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ദുബായിലേക്ക് നോക്കുമ്പോൾ അവിടുത്തെ രാജകുമാരി പോലും തൻ്റെ ഭർത്താവിനെ വളരെ ലളിതമായിട്ട്, വളരെ നിസ്സാരമായിട്ട് നിങ്ങളെ ഞാൻ
വിവാഹ മോചനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3 വാചകവും എഴുതി ഇടുന്നതും അത് ലോകം വാർത്തയാക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ സമയത്ത് തന്നെയാണ് ഇത്തരം പഴഞ്ചൻ കാഴ്ചകൾ കാണേണ്ട അവസ്ഥ കേരളത്തിന് വന്നിരിക്കുന്നത് എന്നത് എത്രമാത്രം അശ്ലീലകരമാണ് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക.